Welcome, dear students and friends. Today, you are going to learn methodology to develop coding structure and coding, security features of computerized accounting system, merits or advantages of computerized accounting system, limitations of computerized accounting system, accounting information system, and subsystems of accounting information system. In the previous class, you learned what is computerized accounting system, what are its features, what are the components of computerized accounting system, and grouping of accounts, codification of accounts. And the last topic you learned is codification of accounts and types of codes. As a continuation to the last class, here in this class, you are going to learn methodology to develop coding structure and coding. ഏത് രീതിയിലാണ് നമുക്കൊരു കോഡിംഗ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിന്റെ മെത്തഡോളജി എന്താണ്, അതാണ് ഈ ഒരു ക്ലാസ്സിൽ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആധാർ നമ്പർ ഉണ്ടാവും ഇല്ലേ? ആധാർ നമ്പർ എന്ന് പറയുന്നത് ഒരുപാട് ഡിജിറ്റുകൾ ഉണ്ടാവും. അതുപോലെ പാസ്ബുക്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടാവും, അതും വലിയ ഡിജിറ്റുകളാണ്. അതുപോലെ തന്നെ പാൻ നമ്പർ ആയി കഴിഞ്ഞാലും മറ്റ് പല ഡോക്യുമെന്റ്സിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് വലിയ ഡിജിറ്റുകളായിരിക്കും. അപ്പൊ ആ ഡിജിറ്റുകൾ എന്ന് പറയുന്നത് ഓരോ ഡിജിറ്റും ഓരോ തരത്തിലുള്ള മീനിങ് ഉണ്ട്. അതെങ്ങനെയാണോ കോഡ് ചെയ്തത് അത് അറിയാവുന്ന ഒരാൾക്ക് ആധാർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് വിവരങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെയാണ് ഓരോ കോഡിംഗ് സ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഉദാഹരണമായിട്ട് കേരളത്തിൽ പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്റ്റുഡന്റിന് എങ്ങനെ കോഡിംഗ് കൊടുക്കാം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇനിയും എക്സ്ട്രാ ഡിജിറ്റുകൾ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു 10 ഡിജിറ്റ് നമ്പറാണ്. അതെങ്ങനെ ആ 10 ഡിജിറ്റ് നമ്പർ നമുക്ക് അലോട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. മെത്തഡോളജി ടു ഡെവലപ്പ് കോഡിംഗ് സ്ട്രക്ചർ ആൻഡ് കോഡിംഗ്, ഗിവിംഗ് എ കോഡ് ടു എ ഹയർ സെക്കൻഡറി സ്റ്റുഡന്റ് ഇൻ കേരള. അപ്പം ആകെ 10 ഡിജിറ്റാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് റെപ്രസെന്റ്സ് ടു ഐഡന്റിഫൈ ദി ഡിസ്ട്രിക്ട്. ഏത് ഡിസ്ട്രിക്റ്റിലാണ് കുട്ടി ഉള്ളത്, കുട്ടി പഠിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ 2 ഡിജിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ട്രിവാൻഡ്രത്തിനാണ് 01 കൊടുക്കാം, കൊല്ലത്തിനാണ് 02 കൊടുക്കാം, ഇങ്ങേയറ്റത്തുള്ള കാസർഗോഡിനാണ് നമുക്ക് 14 കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന 3 ഡിജിറ്റ് എന്ന് പറയുന്നത് ആ ജില്ലക്കകത്ത് എത്രാമത്തെ സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത്. ഒരു ജില്ലക്കകത്ത് പരമാവധി 999 സ്കൂളുകളെ ഉണ്ടാവും, ഹയർ സെക്കൻഡറി സ്കൂളുകളെ ഉണ്ടാവും, അതിൽ കൂടുതലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 3 ഡിജിറ്റ് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ നെക്സ്റ്റ് വരുന്ന 3 ഡിജിറ്റ് എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ദി സ്കൂൾ. ആ സ്കൂൾ ഐഡന്റിഫൈ, ആ ജില്ലക്കകത്തുള്ള സ്കൂൾ ഏതാണോ ആ സ്കൂൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് 3 ഡിജിറ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വരുന്ന 2 ഡിജിറ്റ് എന്ന് പറയുന്നത് കോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. സയൻസ് ഉണ്ട്, കോമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ പല ബ്രാഞ്ചസും ഉണ്ട്, പല കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ആ കുട്ടി ഏത് കോമ്പിനേഷനാണ് പഠിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് വരുന്ന 2 ഡിജിറ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വരുന്ന 1 ഡിജിറ്റ് എന്ന് പറയുന്നത് ആ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചിലപ്പോൾ ഒരു കോമ്പിനേഷനിൽ തന്നെ 2ഓ 3ഓ ക്ലാസ്സുകൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്കൂളിലെ ആ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷനിൽ എത്രാമത്തെ ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്, 1ാമത്തെ ക്ലാസ്സാണോ 2ാമത്തെ ക്ലാസ്സാണോ 3ാമത്തെ ക്ലാസ്സിലാണോ എത്രാമത്തെ ക്ലാസ്സിലാണോ കുട്ടി പഠിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് 1 ഡിജിറ്റ് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ദി സ്റ്റുഡന്റ്. ആ ഒരു ക്ലാസ്സിനകത്ത് മാക്സിമം 99 കുട്ടികൾ ഉണ്ടാവും, അതിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 2 ഡിജിറ്റ് കൊടുത്താൽ മതി. അപ്പൊ അവസാനം വരുന്ന 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ എ സ്റ്റുഡന്റ്. ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആ ഡിജിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ സാമ്പിൾ ആയിട്ട് ഒരു കുട്ടിയുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ എന്ന് പറയുന്നത് 13031391123, 10 ഡിജിറ്റ് നമ്പറാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 13 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്യും. സാധാരണ ഹയർ സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്ന 13 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് കണ്ണൂരിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാണ്. 14 എന്ന് പറയുന്നത് കാസർഗോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാണ്.
അതുപോലെ ആ കണ്ണൂർ ജില്ലയിൽ 13 എന്ന് പറയുന്ന കോഡുള്ള ജില്ലക്കകത്ത് എത്രാമത്തെ സ്കൂളിലാണോ കുട്ടി പഠിക്കുന്നത്, നെക്സ്റ്റ് 3 ഡിജിറ്റ് ആണ്, 031. 31ാമത്തെ സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത്. പിന്നെ ആ 31ാമത്തെ സ്കൂളിൽ ഏത് കോമ്പിനേഷനിലാണ് കുട്ടി പഠിക്കുന്നത്? 39 എന്ന് പറയുന്ന കോമ്പിനേഷനിലാണ് കുട്ടി പഠിക്കുന്നത്. 39 എന്ന് പറയുന്ന സബ്ജക്ട് കോമ്പിനേഷൻ ഏതാണോ ആ കോമ്പിനേഷനിലാണ് കുട്ടി പഠിക്കുന്നത്. അതിനകത്ത് 1ാമത്തെ ബാച്ചിലാണ് കുട്ടി പഠിക്കുന്നത്, ഫസ്റ്റ് ക്ലാസ് കുട്ടി പഠിക്കുന്നത്. ഇനി അതിനകത്ത് ആ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് കുട്ടി 23ാമത്തെ റോൾ നമ്പറാണ്, അല്ലെ 23ാമത്തെ കുട്ടിയാണ്. ഒരു കുട്ടിയുടെ നമ്പർ 130, 31, 39, 1, 23 എന്ന് പറയുന്ന 10 ഡിജിറ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണോ കോഡ് ചെയ്യുന്നതെന്ന് അറിയുന്ന ഒരാൾക്ക് ആ കുട്ടിയുടെ ജില്ല മനസ്സിലാക്കാം, ആ കുട്ടിയുടെ സ്കൂൾ മനസ്സിലാക്കാം, ആ കുട്ടിയുടെ കോമ്പിനേഷൻ മനസ്സിലാക്കാം, ആ കുട്ടിയുടെ ബാച്ച് അല്ലെങ്കിൽ ക്ലാസ് മനസ്സിലാക്കാം. അതുപോലെ ആ കുട്ടിയുടെ എത്രാമത്തെ കുട്ടിയാണ്, ആ കുട്ടിയുടെ യഥാർത്ഥ നമ്പർ, ആ ക്ലാസ്സിലെ നമ്പർ എത്രയാണ് അത് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരത്തിലാണ് കോഡിംഗ് സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റ്, സ്കൂൾ, കോഴ്സ്, ക്ലാസ്, സ്റ്റുഡന്റ് നമ്പർ എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് മെത്തഡോളജി ടു ഡെവലപ്പ് കോഡിംഗ് സ്ട്രക്ചർ ആൻഡ് കോഡിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? സോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ദി ഫോളോയിങ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്: പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വാൾട്ട്. പാസ്വേഡ് സെക്യൂരിറ്റി. Password is the key or code to allow for accessing the system and data. നമ്മുടെ സിസ്റ്റം ഉപയോഗിക്കാനോ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡാറ്റ ഉപയോഗിക്കാനോ ഒരാളെ അനുവദിക്കുന്ന ഒരു കോഡ് അല്ലെങ്കിൽ ഒരു കീ, കോമ്പിനേഷൻ ഓഫ് കീസ്, അതിനാണ് പറയുന്നത് പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ പാസ്വേഡ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ആ കമ്പ്യൂട്ടർ ചിലപ്പോൾ ഓൺ ആക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ ടൈപ്പ് യൂസേഴ്സിനും പലതരത്തിലുള്ള യൂസർ നെയിമും പാസ്വേഡുകളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ഇൻഫർമേഷൻ ആണോ ഓരോ യൂസർക്കും പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് ലിമിറ്റ് ചെയ്യാം. ചില ഹയർ ലെവലിലുള്ള ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് മിക്കവാറും എല്ലാ ഡാറ്റയും ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുക്കും. ലോവർ ലെവലിലുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ ഡാറ്റയും ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല, കുറച്ച് ഡാറ്റ ഉപയോഗിക്കാനുള്ള പെർമിഷൻ മാത്രമേ അവർക്ക് കൊടുക്കൂ. നോക്കാം. എ പേഴ്സൺ ഇൻ ആൻ ഓർഗനൈസേഷൻ മേ ബി ഗിവൺ access to a particular set of data while he may be denied access to another set of data. നെക്സ്റ്റ് നോക്കാം. സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുവാനും ഡാറ്റകൾ കൈകാര്യം ചെയ്യുവാനും അനുവദിക്കുന്ന കീ അല്ലെങ്കിൽ കോഡ് ആണ് പാസ്വേഡ്. പാസ്വേഡിലൂടെ ഒരാൾക്ക് ചില വിവരങ്ങൾ ലഭിക്കുകയും ചില വിവരങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യും. അടുത്ത സെക്യൂരിറ്റി ഫീച്ചർ നമുക്ക് നോക്കാം. Data audit. This feature enables one to know as to who and what changes have been made in the original data. This will help to fix the responsibility of the person who has manipulated the data. സിസ്റ്റത്തിലുള്ള ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ ആരാണ് മാറ്റങ്ങൾ വരുത്തിയത്, ഏത് യൂസറാണ് മാറ്റങ്ങൾ വരുത്തിയത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത് എന്ന് കമ്പ്യൂട്ടറിൽ പ്രത്യേകമായിട്ട് സേവ് ചെയ്യും. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടറിൽ പ്രത്യേകമായിട്ട് സേവ് ചെയ്യുമ്പോൾ ഏത് സമയത്ത്, ഏത് ദിവസം, ഏത് യൂസറാണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയത് എന്ന് കൃത്യമായിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ വിവരങ്ങളാണ് ആരെങ്കിലും ചെയ്തതെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവരായിരിക്കും അതിന് റെസ്പോൺസിബിൾ. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ ആര് എപ്പോൾ മാറ്റങ്ങൾ വരുത്തി എന്ന് ഡാറ്റ ഓഡിറ്റിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഡാറ്റ വാൾട്ട്. സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് അഡീഷണൽ സെക്യൂരിറ്റി ത്രൂ ഡാറ്റ എൻക്രിപ്ഷൻ. ഹിയർ the data is stored in an encrypted form, that is coded form, and the unauthorized users cannot decode and interpret the data. നമ്മൾ ഡാറ്റ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്
ആ ഡാറ്റ അതേപോലെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഒരു പ്രത്യേക കോഡുകളാക്കി ഒരു പ്രത്യേക കോഡഡ് രൂപത്തിലായിരിക്കും കമ്പ്യൂട്ടറിൽ ഡാറ്റ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ കമ്പ്യൂട്ടറിൽ പ്രത്യേക കോഡഡ് രീതിയിൽ കമ്പ്യൂട്ടറിൽ ഡാറ്റ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ മോഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ആരാണോ ആ ഡാറ്റ മോഷ്ടിച്ചത് അവർക്കത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ കോഡ് ചെയ്ത രീതിയിലാണ്, ഒരു പ്രത്യേക രീതിയിലാണ് കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്തത്. അത് ഡീകോഡ് ചെയ്ത് വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് മാത്രമേ അറിയൂ, ഏത് രീതിയിലാണ് നമ്മൾ കോഡ് ചെയ്തതെന്ന് നമുക്ക് മാത്രമേ അറിയൂ. അപ്പൊ അങ്ങനെ നമ്മൾ ഡാറ്റ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ അതിനെ കോഡ് ചെയ്തുകൊണ്ട് അതിനെ പ്രത്യേക രീതിയിൽ മാറ്റിക്കൊണ്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത്. ഡാറ്റകൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയാത്ത രീതിയിൽ കോഡ് ചെയ്യപ്പെടും. അനധികൃതമായി മറ്റുള്ളവർക്ക് ഈ ഡാറ്റകൾ വായിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. അതിനാണ് ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത്. മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഫസ്റ്റ്, ടൈംലി ജനറേഷൻ ഓഫ് ഡിസൈഡ് റിപ്പോർട്ട്സ്. Efficiency in record keeping saves time and money. Confidentiality of data is maintained. Automated document preparation. Transparency and reliability. Accurate and updated information. ഫസ്റ്റ് വരുന്നതാണ് ടൈംലി ജനറേഷൻ ഓഫ് ഡിസൈഡ് റിസൾട്ട്. നമുക്ക് എന്തൊക്കെ റിസൾട്ടുകളാണോ അല്ലെങ്കിൽ എന്തൊക്കെ റിപ്പോർട്ടുകളാണോ നമുക്ക് ആവശ്യമുള്ളത് ആ റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ കാര്യമായിട്ട് നമ്മൾ കുറച്ച് സെറ്റിംഗ്സ് നട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഡാറ്റ എൻട്രി മാത്രമാണ്. ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ജേർണൽ എൻട്രി മാത്രമാണ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യൽ മാത്രമാണ്. ബാക്കി എല്ലാ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യുന്നത് സിസ്റ്റം തന്നെയാണ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ടൈമൊന്നും വേണ്ട, വളരെ സ്പീഡായിട്ട് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ലഭ്യമാകും. സെക്കൻഡ്, എഫിഷ്യൻസി ഇൻ റെക്കോർഡ് കീപ്പ്. ഒരുപാട് മാനുവൽ ലേബറേഴ്സ് ചെയ്യുന്ന വർക്കാണ് ഒന്നോ രണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുമ്പോൾ അത് വളരെയേറെ ആക്യുറേറ്റ് ആയിരിക്കും, വളരെയേറെ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ആണെന്ന് പറയാം. പിന്നെ വരുന്നത് സേവ്സ് ടൈം ആൻഡ് മണി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ജേർണൽ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കുകൾ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല, അതെല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെയ്തോളും. പേപ്പർ വർക്കുകൾ നമുക്ക് പരമാവധി റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ടൈമും അതുപോലെ തന്നെ മണിയും സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻ. ഡാറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ച സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്, ഇത്തരം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ അത്രയേറെ സേഫ് ആയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നു. നെക്സ്റ്റ്, ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ. നേരത്തെ പറഞ്ഞു നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും തയ്യാറാക്കപ്പെടും. ഡിഫറെന്റ് ലെഡ്ജർ അക്കൗണ്ടുകൾ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതിന്റെ അനാലിസിസ് തുടങ്ങിയ അക്കൗണ്ടിംഗ് പരമായിട്ടും അല്ലാതെയുമായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നു. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ്, സോഫ്റ്റ്വെയറിൽ തന്നെ ചെയ്യുന്ന വർക്കുകളാണ്. പിന്നെ വരുന്നതാണ് ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി. അത് വളരെയേറെ ട്രാൻസ്പെറന്റ് ആണ്, വ്യക്തമാണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഓരോ ദിവസവും നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ ഇടപാടുകളാണ് നടന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം അവർക്ക് അവരുടെ ഡെസ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സിസ്റ്റത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഇടപാടുകളാണ് ഇന്ന് നടന്നത് അത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ അത് റിലയബിൾ ആണ്, അതിനകത്ത് തെറ്റുപറ്റാനുള്ള സാധ്യത വളരെ വിരളവുമാണ്. നെക്സ്റ്റ്, ആക്യുറേറ്റ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ. ആക്യുറേറ്റ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെയേറെ ആക്യുറേറ്റ് ആണ്, അത് അപ്ഡേറ്റഡ് ആണ്. നമ്മളൊരു ജേർണൽ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെല്ലാ ജേർണൽ ലെഡ്ജറിലേക്കും ട്രയൽ ബാലൻസിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും എല്ലാം വന്നോളും. അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ആണ്. അത് കൊടുക്കേണ്ട താമസം എല്ലാ ലെഡ്ജർ അക്കൗണ്ടിലും അത് പോസ്റ്റ് ചെയ്യും. അതുപോലെ പ്രിപ്പറേഷനിലും ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനിലും എല്ലാം വന്നിട്ടുണ്ടാവും. മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമുക്ക് നോക്കാം. കൃത്യമായ സമയത്ത് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ സാധിക്കുന്നു. വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കുവാൻ സാധിക്കുന്നു. സമയവും പണവും ലാഭിക്കാം.
ഡാറ്റകൾ രഹസ്യമായി സൂക്ഷിക്കുന്നു. 5. റിപ്പോർട്ടുകൾ ഓട്ടോമാറ്റിക്കായി തയ്യാറാക്കപ്പെടുന്നു. സുതാര്യവും വിശ്വസനീയവുമാണ്. കൃത്യമായതും പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. ഇത്രയാണ് അതിന്റെ പ്രധാനപ്പെട്ട മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഫസ്റ്റ്, ഡേഞ്ചർ ഓഫ് ഹോക്കേഴ്സ് ആൻഡ് സ്റ്റീലിംഗ് ഓഫ് ഡാറ്റ. പ്രോബ്ലംസ് വിത്ത് ടെക്നോളജി, നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ, chances of data loss due to various reasons, huge training cost of employees, unprogrammed and unspecified reports cannot be generated. അതിൽ ഫസ്റ്റ് വരുന്നത് ഡേഞ്ചർ ഓഫ് ഹോക്കേഴ്സ് ആൻഡ് സ്റ്റീലിംഗ് ഓഫ് ഡാറ്റ. നമ്മൾ ഡാറ്റ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ മോഷണം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റുള്ളവർ നമ്മുടെ ഇന്റർനെറ്റിലൂടെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാനും സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെക്കൻഡ്, പ്രോബ്ലംസ് വിത്ത് ടെക്നോളജി. ടെക്നോളജിക്കുള്ള പ്രോബ്ലംസ്. ടെക്നോളജി എന്ന് പറയുന്നത് ഫാസ്റ്റ് ചേഞ്ചിങ് ആണ്. ഇന്ന് നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആവും, പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പഴയ ടെക്നോളജി നമ്മൾ ഉപേക്ഷിക്കാനും പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനും തയ്യാറാവും. ദാറ്റ് വിൽ ഇൻക്രീസ് അവർ കോസ്റ്റ്. അപ്പോൾ ടെക്നോളജി ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് കൊണ്ട് തന്നെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ സിസ്റ്റവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായ സ്കിൽഡ് ലാബറേഴ്സിനെ പേഴ്സണൽ തൊഴിലാളികളെ ലഭിക്കാത്തൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ സ്കിൽഡ് ലാബറേഴ്സിന് ലഭിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ അത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. പിന്നെ എടുത്തത് ചാൻസസ് ഓഫ് ഡാറ്റ ലോസ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഡാറ്റ നമുക്ക് നഷ്ടപ്പെടാം. നമ്മൾ കമ്പ്യൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആവുകയാണ്, അല്ലെങ്കിൽ പവർ ഫെയിലർ ആവുകയാണ്. അങ്ങനെ പവർ ഫെയിലർ ആവുകയോ അല്ലെങ്കിൽ സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ പലതരത്തിലുള്ള ലോസും നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. റെയറായിട്ട് ഹ്യൂജ് ട്രെയിനിങ് കോസ്റ്റ് ഓഫ് എംപ്ലോയീസ്. പുതുതായിട്ട് നമ്മൾ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മുടെ സ്ഥാപനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസ് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ആ ഒരു പുതിയ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന് ട്രെയിനിങ് കൊടുത്തിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല ചെലവ് നമുക്ക് സ്ഥാപനത്തിന് വഹിക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഹ്യൂജ് ട്രെയിനിങ് കോസ്റ്റ് ഓഫ് എംപ്ലോയീസ്. നെക്സ്റ്റ്, അൺപ്രോഗ്രാംഡ് ആൻഡ് അൺസ്പെസിഫൈഡ് റിപ്പോർട്ട്സ് കനോട്ട് ബി ജനറേറ്റഡ്. നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം ഏതൊക്കെ റിപ്പോർട്ടുകളാണോ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ റിപ്പോർട്ടുകൾ മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂ. നമ്മൾ പ്രോഗ്രാം ചെയ്യാത്ത, പ്രോഗ്രാമിൽ എഴുതാത്ത അല്ലെങ്കിൽ അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പെട്ടെന്ന് വേണം വിചാരിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. നമ്മുടെ സോഫ്റ്റ്വെയർ വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് പ്രോഗ്രാമിനോട് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യണം. ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഹാക്കർമാരും മറ്റും ഡാറ്റകൾ മോഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. സെക്കൻഡ്, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. തേർഡ്, കഴിവുള്ള തൊഴിലാളികളുടെ അഭാവം. ഫോർത്ത്, പല കാരണങ്ങൾ കൊണ്ടുള്ള ഡാറ്റ നഷ്ടങ്ങൾ. 5, തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുവാൻ കൂടുതൽ പണം ആവശ്യമാണ്. 6, മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യാത്ത റിപ്പോർട്ടുകൾ ലഭിക്കില്ല. ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസിൽ വരുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റം ഓർ AIS. Accounting Information System or AIS and its various subsystems may be implemented through computerized accounting system. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ സിസ്റ്റവും അതിന്റെ വേരിയസ് സബ്സിസ്റ്റംസും നമുക്ക് ഒരു സ്ഥാപനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് മാത്രമല്ല, അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സബ്സിസ്റ്റംസ് ഉണ്ട്. അത്തരം സബ്സിസ്റ്റംസ് എല്ലാം ചേർന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും എല്ലാ സെക്ഷൻസിനും ഓർഗനൈസേഷനും മൊത്തത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്.
അത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ് വേരിയസ് സബ്സിസ്റ്റംസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ എല്ലാ സബ്സിസ്റ്റംസും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒന്നായി പ്രവർത്തിക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം സബ്സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ സബ്സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം, സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം, ഇൻവെന്ററി സബ്സിസ്റ്റം, പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ്സിസ്റ്റം, പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം, ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം, ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സബ്സിസ്റ്റം, കോസ്റ്റിംഗ് സബ്സിസ്റ്റം ആൻഡ് ബഡ്ജറ്റ് സബ്സിസ്റ്റം. ഇതൊക്കെ ഓരോന്നും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം വരുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം. ഇറ്റ് ഡീൽസ് വിത്ത് ദി റിസീറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ്, ബോത്ത് ഫിസിക്കൽ ക്യാഷ് ആൻഡ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നമുക്ക് ക്യാഷോ ബാങ്കോ കിട്ടുന്നതും ക്യാഷോ ബാങ്കോ കൊടുക്കുന്നതുമായിട്ടുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ പറയുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഫിസിക്കലായിട്ട് ക്യാഷ് കൊടുത്താലും കിട്ടിയാലും അതുപോലെ ഇലക്ട്രോണിക് ആയിട്ട് ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതും എല്ലാം ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, ക്യാഷ് ആൻഡ് ബാങ്ക് സബ്സിസ്റ്റം. പിന്നെ വരുന്നതാണ് സെയിൽസ് ആൻഡ് റിസീവബിൾ സബ്സിസ്റ്റം. ഇറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് സെയിൽസ് ആൻഡ് റിസീവബിൾസ്. ഈ സബ്സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ സെയിൽസ്, സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ വിറ്റ് കഴിഞ്ഞാൽ കടമായിട്ടാണ് വിൽക്കുന്നതെങ്കിൽ പൈസ തരാനുണ്ടാവും, ഡെറ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ. ഇപ്പൊ ഡെറ്റേഴ്സിനും ബിൽസ് റിസീവബിളിനും മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ സെയിൽസിനെ മാനേജ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റത്തെയാണ് സെയിൽസ് ആൻഡ് റിസീവബിൾ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻവെന്ററി അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ഇറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് പർച്ചേസ്ഡ് ആൻഡ് ഇഷ്യൂഡ് ഓർ സോൾഡ്. ഇൻവെന്ററി അക്കൗണ്ടിംഗ് സബ്സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണോ വാങ്ങിക്കുന്നത് അത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യണം. അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഐറ്റമാണോ ബാക്കിയുള്ളത്, ഓരോ സമയത്തും ഏതൊക്കെ ഐറ്റമാണ് ബാക്കിയുള്ളത്, അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത്തരം വിവരങ്ങൾ കംപ്ലീറ്റ് ഇൻവെന്ററി അക്കൗണ്ടിംഗ് സബ്സിസ്റ്റത്തിലൂടെ അറിയാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നതാണ് പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ്സിസ്റ്റം. ഇറ്റ് ഡീൽസ് വിത്ത് പർച്ചേസ് ആൻഡ് പേയ്മെന്റ്സ് ടു ക്രെഡിറ്റേഴ്സ്. സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കണം, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബിൽസ് പേയബിൾ ഉണ്ടാവും, അത് മാനേജ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് വരുന്നതാണ് പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ്സിസ്റ്റം. പിന്നെ വരുന്നതാണ് പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. പേറോൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് നമുക്കറിയാം, സാലറി ആൻഡ് വേജസ് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് പേയ്മെന്റ് ഓഫ് വേജസ് ആൻഡ് സാലറീസ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് വേജസ് കൊടുക്കണം അല്ലെങ്കിൽ സാലറി കൊടുക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ എംപ്ലോയിയുടെയും വേജസ് എത്രയാണ്, സാലറി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഇതാണ് ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ഇറ്റ് റെക്കോർഡ്സ് പർച്ചേസസ്, സെയിൽസ് ആൻഡ് യൂസേജ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. ഫിക്സഡ് അസറ്റ്സ് നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവും, കുറെ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വിൽക്കുന്നുണ്ടാവും, അതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം, അതിന്റെ മെയിൻ്റനൻസ് ഉണ്ട്, ഇത്തരം എല്ലാ ഇൻഫർമേഷൻസ് ചേർന്നാണ് ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. പിന്നെ വരുന്നതാണ് ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ദിസ് സബ്സിസ്റ്റം ഡീൽസ് വിത്ത് GST ആൻഡ് ഇൻകം ടാക്സ്. നമുക്ക് GST ഉണ്ടാവും, GST കളക്ട് ചെയ്യേണ്ടി വരും, GST പേ ചെയ്യേണ്ടി വരും, അതിന്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റെക്കോർഡുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ട ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്ന സബ്സിസ്റ്റത്തിന് നമുക്ക് ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം എന്ന് പറയും. പിന്നെ വരുന്നതാണ് ഫൈനൽ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ദിസ് സബ്സിസ്റ്റം ഡീൽസ് വിത്ത് ദി പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മുടെ ഫൈനൽ അക്കൗണ്ട് ആയ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പോലുള്ള ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സബ്സിസ്റ്റത്തെ നമുക്ക് ഫൈനൽ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം എന്ന് വിളിക്കാം. കോസ്റ്റിംഗ് സബ്സിസ്റ്റം. ഇറ്റ് ഡീൽസ് വിത്ത് ദി അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര രൂപയാണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെലവായത്, ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ കോസ്റ്റ് എത്ര, അത് എത്ര രൂപക്കാണ് നമ്മൾ വിൽക്കേണ്ടത്, അതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, ഇതൊക്കെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഡീൽ ചെയ്യുന്ന സബ്സിസ്റ്റം നമുക്ക് കോസ്റ്റിംഗ് സബ്സിസ്റ്റം എന്ന് നമുക്ക് പറയാം. പിന്നെ ലാസ്റ്റ് ഇതിനകത്ത് വരുന്നതാണ് ബഡ്ജറ്റ് സബ്സിസ്റ്റം.
ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് പ്ലാനിനാണ് നമ്മൾ പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നോക്കാം, ഇറ്റ് ഡീൽസ് വിത്ത് ദി പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ഫോർ ദി കമ്മിങ് ഫിനാൻഷ്യൽ ഇയർ. ആ ബഡ്ജറ്റ് ഡീൽ ചെയ്യുന്ന സബ്സിസ്റ്റത്തെ നമുക്ക് ബഡ്ജറ്റ് സബ്സിസ്റ്റം എന്ന് നമുക്ക് പറയാം. നമുക്ക് ഇതുവരെയായി കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതോടുകൂടി ഈ ചാപ്റ്ററുടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്കൻഡ് ചാപ്റ്റർ ആണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.